ശരി. നമ്മുടെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രി രാജീവര്, അതായത് തന്ത്രി കണ്ഠരര് രാജീവര് ഇപ്പോൾ അറസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആകാറാകുന്നെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരാഴ്ച ആകാറാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആദ്യത്തെ കേസ് കട്ടളപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇതുവരെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ മോഷണങ്ങളുടെയും ഒന്നാം ഘട്ടവും, അതിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആൾക്കാർക്കെല്ലാം അറിയാം എത്രത്തോളം ഇവിടുന്ന് പോയി കഴിഞ്ഞെന്നുള്ള, പറഞ്ഞ ആൾക്കാർക്ക് മടുത്തൊരു സാധനം. ഏതായാലും രണ്ടാമത് നമ്മൾ കേട്ടിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അതിലും അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന രീതിയിലെ തെളിവ്, കൃത്യമായ തെളിവ് പുറത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ശരി, ഈ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അതൊന്ന് പറയോ? ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. ആദ്യത്തെ തന്നെ സ്വർണ്ണക്കൊള്ളയിലെ ദൈവതുല്യൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ കൂടെ പോയി അവസാനം പോയി തന്ത്രിനെ പൂട്ടി. തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യത്തെ ചർച്ചകളിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. പക്ഷെ തന്ത്രിയിലേക്ക് മാത്രമായിട്ട് ഒതുക്കേണ്ട ഒരു വിഷയമാണ് ഇതൊന്നും തോന്നുന്നില്ല. തീർച്ചയായിട്ടും തന്ത്രിയിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് ഇത് നിർത്താനാണോ, അല്ലെങ്കിൽ ആ പറഞ്ഞ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയാണ് എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്റെ മാത്രം അഭിപ്രായമാണ്. തെളിവുകൾ വരട്ടെ പുറത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ തന്ത്രിയുടെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യാൻ കോടതി അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണ്ണപ്പാളി, അത് പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ മാറ്റു കുറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൈമാറ്റം ചെയ്തു, അതിന് കൃത്യമായിട്ടും തന്ത്രി ഇടപെട്ടു എന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അനുവാദം കിട്ടിയിരിക്കുകയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യൂ. വേറെ എവിടെയും പോയി അറസ്റ്റ് ചെയ്യേണ്ട ആൾ തന്നെ ഉണ്ട്. അതെ, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തോളാൻ. രണ്ടാമത്തെ കേസിലും കുരുക്ക് മുറുകയാണ്. അപ്പൊ തന്ത്രി വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്ത്രിയുടെ കേസ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇത് ചെറിയൊരു കാര്യമായിട്ട് ഒതുക്കി കളയേണ്ട ഒരു വിഷയമല്ല സത്യത്തിൽ. ഇത് നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നത്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറയുന്നത് പോലെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ നമ്മൾ ക്രൈം ആദ്യം റിപ്പോർട്ട് ചെയ്തൊരു വിഷയം ഭഗവാന്റെ വാജിവാഹനം കാണാതായതിനെ സംബന്ധിച്ച്. വാജിവാഹനം അത് കാണാതായി എന്ന് ഇപ്പോഴും ഒരു പരാതിയിലും എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യം മുതൽ തന്നെ ക്രൈം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഭഗവാന്റെ വാജിവാഹനം. അതായത് ഓരോ ദേവതയും പ്രതിഷ്ഠ അനുസരിച്ചിട്ട് ആ ദേവതയുടെ വാഹനം ഏതാണോ അതാണ് കൊടിമരത്തിന് ഏറ്റവും മുകളിലായിട്ട് വരുന്ന വാജിവാഹനം വരുന്നത്. ഇപ്പൊ ദേവിക്ക് സിംഹം, അതുപോലെ ഓരോ ഗരുഡൻ, അങ്ങനെ ഓരോ ദേവതകൾ അനുസരിച്ചത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. അപ്പോൾ ആ വാജി കുതിരയാണ് ആ പറയുന്ന കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഇടയ്ക്ക് കുറച്ച് ഒരു പുരോഗമനമൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യമൊക്കെ പണ്ട് കാലത്തെ ഉണ്ടായിരുന്നത് തടിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ അവിടെ അമ്പലങ്ങളിൽ ഇപ്പോഴും മറ്റേ കവുങ്ങ് വെട്ടിയിട്ടുള്ള കൊടിമരങ്ങൾ. അതെ, പിന്നീടാണ് അത് കാശ് കിട്ടുന്നത് അനുസരിച്ചിട്ട് കൊടിമരം പണിത് തുടങ്ങിയത്. അപ്പോൾ കൊടിമരമായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ആദ്യത്തെ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് ഇത് സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുഴുവനായിട്ട് പൊളിച്ചു മാറ്റുമല്ലോ. അപ്പൊ അങ്ങനെ മാറ്റിയപ്പോൾ വാജിവാഹനം, ഇതിന്റെ മുകളിലിരിക്കുന്ന വാജിവാഹനത്തിൽ നിന്ന് ഭഗവാന്റെ ആ ഒരു ചൈതന്യം ആവാഹിച്ചെടുത്ത് പുതിയ വാജിവാഹനത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയ സാധനമാണ് അവിടെ വെക്കുന്നത്. പക്ഷെ ആ പൊളിച്ചെടുത്ത സാധനം എന്ന് പറയുന്നത് അവിടെ മൃതമാണ് ശരിക്കും. അതിൽ പിന്നെ ചൈതന്യമില്ലാത്തൊരു ശരീരം അല്ലെങ്കിൽ ശവശരീരം മാത്രമാണ്. അപ്പൊ അങ്ങനെ പൊളിച്ചെടുക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ടും ഒഴുക്കി കളയേണ്ട രീതി പോലും, അതെങ്ങനെ നശിപ്പിക്കണമെന്ന് പോലും നമ്മുടെ കൃത്യമായിട്ടും വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലോഹമാണെന്നുണ്ടെങ്കിൽ ആഴമുള്ള കുളത്തിൽ അല്ലെങ്കിൽ ആഴമുള്ള വെള്ളത്തിൽ കളയണം. ഒരിക്കലും ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കളയണം എന്നുള്ളത്. ഇപ്പോൾ തടിയാണെങ്കിൽ കത്തിച്ച് കളയണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ വാജിവാഹനം അങ്ങനെ നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം കഴിഞ്ഞ ഉടനെ പുതിയ ആവാഹനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തന്ത്രി പറയുകയാണ്, ഈ വാജിവാഹനം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ ഭഗവാന്റെ പിതൃസ്ഥാനീയനാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. അതെങ്ങനെയാണ് ഭഗവാന്റെ വാജിവാഹനം, അതും ചൈതന്യമില്ലാത്തൊരു സാധനം, അതിൽ നിന്ന് പുതിയതിലേക്ക് ചൈതന്യം ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞു. ആ സാധനം തന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ലാത്തൊരു സാധനം തന്ത്രി പറയുന്നു എനിക്കുള്ളതാണെന്ന്. അപ്പൊ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നു എടുത്തോളൂ, അദ്ദേഹത്തിനുള്ളതാണ്. തന്ത്രി പറഞ്ഞാൽ എതിർവാക്കില്ല, കൊടുത്തു. ആ കൊടുത്ത സാധനം ഭഗവാന്റെ ഇത്രയും നാളത്തെ അച്ഛൻ എന്നുള്ള പേരിൽ നടന്ന ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടേ വെച്ചു എന്നുള്ളത് വരെ ഓക്കെ. പക്ഷെ ഈ സാധനം എവിടെയെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ, ഈ സ്വർണ്ണക്കൊള്ള പുറത്ത് വന്നൊരു സമയത്ത് തന്ത്രി പറഞ്ഞു ഈ വാജിവാഹനം എവിടെയെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ വാജിവാഹനം കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് നിമിഷവും ഞാനത് തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് തിരിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ പുറത്ത് പറയുന്ന ഒരു വിഷ്വലിൽ പറയുന്നുണ്ട്, അദ്ദേഹം മറ്റൊരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഹൈദരാബാദിൽ ഒരു വ്യവസായി സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ പൂജാമുറിക്കകത്ത് ഭഗവാന്റെ വാജിവാഹനം ഇരിക്കുന്നു. അതായത് ഇവിടുന്ന് പോയി ആ സാധനം
ഹൈദരാബാദിലുണ്ട്. ഈ പറയുന്ന വാജിവാഹനം പോലും കടത്തി. അത് തന്ത്രി അറിയാണ്ട് നടക്കില്ലല്ലോ. തീർച്ചയായും. തന്ത്രി അതങ്ങനെ കടത്തിയെന്നുണ്ടെങ്കിൽ ഇത് മൃതമായ ഒരു ഭാഗം, അങ്ങനെ ഒരു ഭാഗം എന്തിനായിരിക്കും ഇത്രയും, അതിലെത്ര കോടികൾ മറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു ഇറിഡിയം പവർ, റൈസ് പുള്ളർ എന്നൊക്കെ പറഞ്ഞ പല തട്ടിപ്പുകളുമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പണ്ടത്തെ ഈ കോപ്പർ സാധനങ്ങളിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ അതിന് ഇറിഡിയം പവർ കൈവരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പഴയ അമ്പലങ്ങളിലും ഈ പറയുന്നത് പോലെ ശബരിമലയൊക്കെ മലമുകളിലിരിക്കുന്ന അവിടെയൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്ന ഇടിമിന്നലുകളിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇറിഡിയം പവറിലേക്ക് അത് കൺവേർട്ട് ആയിരിക്കും. 500 കോടി വരെ, 500 കോടിയിലധികം വില മതിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതിന് വരുന്നത്. അപ്പോൾ വാജിവാഹനം പോലൊരു സാധനം അദ്ദേഹം അത് ഒരു വ്യവസായി പൊന്നും വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടാകാം. തന്ത്രിക്കൊരു ഉപകാരമില്ലാണ്ട് തന്ത്രി വെറുതെ ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതല്ലല്ലോ ഭഗവാന്റെ വാജിവാഹനം. അത് അവിടുത്തെ മൃതമാണെങ്കിൽ പോലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൽ പോലും തന്ത്രി അങ്ങനത്തെ വിഷയങ്ങളിൽ പോലും തന്ത്രി അവസാനം വരെ പറഞ്ഞിരുന്നു വാജിവാഹനം ഞാൻ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണ്. ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? തിരിച്ചത് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ വാജിവാഹനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ പറയുമ്പോൾ സാധനം കാണാനില്ല എന്നായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്കും അന്വേഷണം പോകുന്നില്ല. ഇപ്പൊ ദ്വാരപാലക ശില്പം വന്നു, സ്വർണ്ണപ്പാളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഇതിനെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല ശരി, ഇതിലേ ഈ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറയുന്ന സ്വർണ്ണക്കുള്ള കട്ടളപ്പാളിയിലെയും ദാരുശില്പങ്ങളിലെയും സ്വർണം പൊതിഞ്ഞിരിക്കുന്ന പാളി അവിടെ നിന്ന് കടത്തി കഴിഞ്ഞിട്ട് ആദ്യം ഈ റിപ്പോർട്ട് വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിലെ പത്തനംതിട്ടയിലെ ഒരു റിപ്പോർട്ടറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പരാതി കൊടുക്കുകയാണ് ഹൈക്കോടതിയിൽ. അവിടെ ഇങ്ങനെ ഇത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. മനസ്സിലായി കാര്യം? അവിടെ കോടതിക്ക് തന്നെ ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരു ബെഞ്ചുള്ളതാണ്. അപ്പോൾ ഈ കാര്യം അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയ വിവരം ഇവിടെ കോടതിക്ക് ഇദ്ദേഹം പറയുമ്പോഴാണ് ശരിക്കും അറിയുന്നത്. ഇങ്ങനെ അതിനെ ആദ്യം ആ ബൈറ്റ് വരുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടത്തയും പോക്കും വളരെ നിസ്സാരമായിട്ടാണ് അവൻ ചാനലുകാരൊക്കെ വരുമ്പോൾ അവൻ വീട്ടിനകത്ത് അവനെന്ന് ഇപ്പം നമ്മളിപ്പോൾ പറയുക. കാര്യം അവനെന്ന് പറയാനുള്ള യോഗ്യത അയാൾക്കുള്ളൂ. ഒരു പോറ്റി എന്ന് പോലും പറയാനുള്ള യോഗ്യത ആ ഫ്രോഡിനില്ല. അവൻ ഗജ ഫ്രോഡാണ്. അയാൾ നിന്നിട്ട് ഈ വീടിനകത്ത് നിന്നുകൊണ്ട് ക്യാമറ വരുന്ന അവരോടൊക്കെ എൻ്റെ വീട്ടിനകത്തോട്ട് കയറണ്ട, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചോളാം, എൻ്റെ അമ്മയൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഒരു സംഭാഷണവും ഇവൻ്റെ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടാൽ ഇവൻ അന്ന് ഈ പെരും കള്ളം ചെയ്ത് വെച്ചിട്ടാണ് ഈ കാണുന്ന ഇതെല്ലാം. എന്നിട്ട് വളരെ നിസ്സാരം പോലെയാണ് ആ തുടക്കത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി എനിക്കിത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമി ന്യൂസിൽ എങ്ങാണ്ടോ ഞാൻ കേട്ടതാണ്. അതായത് ഈ 18ാം പടിപൂജ എന്ന് പറഞ്ഞ് ഉണ്ട്. ഈ പടിപൂജ എന്ന് പറയുന്നത് തന്നെ അതങ്ങനെ ഒരു പൂജ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൂജ ചെയ്യേണ്ട ആവശ്യം, ഒരു പടിപൂജ ചെയ്യുന്നതിന് ഇവർ എത്ര രൂപയാണ്, എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങുന്നതെന്നറിയോ ഈ വരുന്ന ഒരു ഭക്തനിൽ നിന്ന്? പക്ഷേ നമ്മൾ കൂടുതലൊന്നും സംസാരിച്ച് നമ്മൾ കാട് കയറേണ്ട ആവശ്യമില്ല. ഇതിനകത്തുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിലെ തടി തേവര ആന വലിയടാ വലി, അത് അവൻ്റെ അച്ഛനോ ഇതിനകത്ത് ജോലി ചെയ്തവന്മാരുടെ നമ്മൾ ഈ പറയുന്നതുകൊണ്ട് പ്രേക്ഷകർ ആരും വിചാരിക്കരുത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ, സത്യം പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ ദേവസ്വം ബോർഡുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ കാട്ടുകള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഒരു ചെറിയ കാര്യത്തിന് പോലും ഇതുമായിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അടുത്ത് ഞങ്ങളൊരു പേപ്പർ കൊടുക്കാൻ പോകും എന്നിരിക്കട്ടെ. അപ്പോൾ സെക്രട്ടറിയുടെ കൊടുക്കാൻ പോകുമ്പോൾ സെക്രട്ടറിയുടെ PA കാണണമെങ്കിൽ PAയുടെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവനിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കുക, എന്താ വന്നേ? അത് ഞങ്ങളിങ്ങനെ ഇന്ന മീഡിയ എന്നാ വന്നത്. മീഡിയ എന്ന് പറയുമ്പോൾ ഇവനൊരു പേടി വരും, ചെറുതായിട്ട്. അപ്പോൾ തലസ്ഥാനത്ത് തന്നെ ഏതെങ്കിലും അത്യാവശ്യം ഇത്തിരി പേരുള്ളൊരു മീഡിയ ആണെന്നുണ്ടെങ്കിൽ സാറ് ഉണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നമ്പറൊക്കെ ഇറക്കും. ഇപ്പോൾ സെക്രട്ടറി ആൾറെഡി അവിടെ ഇരിപ്പുണ്ടാവും, അവിടെ അവർ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും കൂടുതൽ ചോദിക്കില്ല, ഇടിച്ചങ്ങ് കയറും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന മീഡിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമല്ല, അങ്ങ് കയറും. ഇത് മേടിച്ചങ്ങ് വെക്കും. ഞാൻ ഇവിടെ യോഗം നടക്കട്ടെ, ഈ ബോർഡ് അംഗങ്ങളുടെ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ഇത് കൊടുത്തു നോക്കാം, നിങ്ങൾ പറ്റുമെങ്കിലൊക്കെ ആവാൻ നോക്കാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ബോഡി വെച്ചാൽ മതി, നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. കാര്യം നമുക്ക് അറിയാം ഇതൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇത് ഇങ്ങനെയാണ് ഒരു രീതി എന്ന് പറയുന്നത്. പിന്നീട് ബോർഡിൽ എത്തുമ്പോഴത്തേക്ക് 4 അംഗങ്ങളാണുള്ളത്.
ഇത് വളരെ നിസ്സാരമായി ഈ ഫയലിലിരിക്കുന്ന സാധനം അവർക്ക് അവിടെ വെച്ചാൽ മാത്രം മതി. അതിന് എഴുതി നമ്മൾ ഒരു ഈ ദിവസം മിനിറ്റ്സ് പ്രകാരം ഇത്ര ഫയൽ നോക്കുമെന്നൊക്കെ എഴുതിക്കൊണ്ടാണ് ഇവരവിടെ ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾ ചെന്നതിലോ സംസാരിച്ചതിലോ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമെങ്കിൽ അവരിതിനെ എടുത്ത് പതുക്കെ മാറ്റി ഇങ്ങ് വെക്കും, അന്നത്തേലെടുക്കൂല. അപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ രാജാക്കന്മാർ മാസത്തിൽ 2 തവണ ഈ ബോർഡിലെ രാജാക്കന്മാർ വരത്തുള്ളൂ. നമ്മളിതൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വരവ് ശരിയാവാത്ത ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയ്യോ ഞാൻ മറന്നുപോയി, നമ്മൾ ഇതാണ് അവിടുത്തെ പല്ലവി. പിന്നെ രണ്ടാമത് ബോർഡ് അംഗങ്ങൾ ശരിയാക്കിയൊക്കെ തരും. അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കളവൊന്നുമല്ല. അവിടെ ഇരിക്കുന്നത് ഒരു 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 ശക്തി. ആ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഐശ്വര്യം നമ്മൾ ഈ പറയുന്ന പോലെ മൈനർ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ ശബരിമലയിലെ ഭക്തരുടെ ഇത് എന്താണ് എൻ്റെ ഇന്നിപ്പോൾ നാളെയാണ് എനിക്ക് തോന്നുന്നു, ഇന്നോ നാളെ, ഇന്ന് തീയതി 13 അല്ലേ? 13. നാളെയാണ് മകരവിളക്ക് നാളെ. അപ്പോൾ ഒരു സീസൺ അവസാനിക്കാൻ പോകുന്നു. ശബരിമലയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരത്തിലൊരു സീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ നമ്മൾ കണ്ടത് യുവതി പ്രവേശനവുമായി ഉണ്ടായ കോലാഹലമാണ് എന്നുണ്ടെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് എനിക്ക് അതിന് കൂടുതലൊന്നും എനിക്ക് വിവരിക്കാൻ എനിക്ക് അറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫീലാണ്. ഇവിടെ ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളല്ലല്ലോ. തീർച്ചയായിട്ടും ഐശ്വര്യ, ഇത് കടൽ കടന്ന് പോവുകയായിരുന്നാലും എന്തൊക്കെയായിരുന്നാലും. പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തന്ത്രി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പത്മകുമാർ പറഞ്ഞ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ദൈവതുല്യരായി കണ്ടവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. മനസ്സിലായി. ഈ ദൈവതുല്യൻ ഇദ്ദേഹം തന്നെയാണ്. കാര്യം ഈ തന്ത്രി തന്നെയാണ്. അത് പത്മകുമാർ ഡൈവേർട്ട് ചെയ്ത് തന്ത്രിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തതാണ്. അത് മനസ്സിലായി. അതായത് ഇന്നലെ കോടതിയിൽ പത്മകുമാർ എന്താ പറഞ്ഞത്? സാർ, എൻ്റെ ബുദ്ധിക്കുറവ് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതിപ്പോയതാണ് എന്നാണ് പറഞ്ഞത്. ഐശ്വര്യ പറയൂ. അല്ല, മനസ്സിലായി ചേട്ടാ. പക്ഷെ ദൈവതുല്യൻ തന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊള്ളയോ കൃത്യമായിട്ടും രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ ഒരു പിൻബലം ഇല്ലാണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ മാധ്യമപ്രവർത്തകർ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശവന്തീനികളല്ലെന്നാ. ശവന്തീനികൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്താണെന്ന്. ഈ ബ്രാഹ്മൺസിന്റെ ഇടയിലും ശവന്തീനി എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെജിനെയാണ് ശവന്തീനി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഭയങ്കര സാഹിത്യ തൽപരനായി സംസാരിക്കുന്ന ഈ പത്മകുമാറിന് ഇതിനു മുമ്പ് നിങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഈ ബൈറ്റ് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ CPM നമ്മൾ വിഷയം മാറിപ്പോകുന്നല്ല, CPM അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അതായത് ജില്ലയിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കമ്മിറ്റിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന് അദ്ദേഹത്തിനെ തരം താഴ്ത്തുന്നു. പാർട്ടിക്കകത്ത് അദ്ദേഹം അന്നേ അങ്ങനെ വലിയ ഗുണമുള്ള ആളൊന്നുമല്ല. പത്മകുമാർ ഇതും കാണിക്കും, ഇതിൻ്റെ അപ്പുറവും കാണിക്കുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അറിയാം. അത് ഞാൻ ഒന്നുകൂടെ പറയാം. അങ്ങനെ ഇദ്ദേഹത്തിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ ഘടകത്തിലേക്ക് മാത്രം മാറ്റുന്നു. ആ അവസരത്തിൽ ഇന്നലത്തെ മഴയിൽ കുരുത്ത വീണ ജോർജ്, അവരുടെ ഭാഷയില ഇന്നലെ വന്ന വീണ ജോർജ് എന്ന് പറയുന്ന നേതാവിനെ സംസ്ഥാന സമിതി അംഗമാക്കുന്നു. സംസ്ഥാന സമിതി അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ, ഒരാൾ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്താൽ ആ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി, 6ാമത്തെ ഘടകം. ഈ 6 വിരലെന്ന് പറയുന്ന ഒരു സാധാരണ പ്രവർത്തകൻ ഏതാണ്ട് അവൻ്റെ ആയുസിൻ്റെ അവനൊരു 20 വയസ്സിൽ പാർട്ടി അംഗമായാൽ ചിലപ്പോൾ ഒരു 60 വയസ്സാവുമ്പോൾ ഏരിയ കമ്മിറ്റി അംഗം വരെയാവും. ഇത് ഇന്നലെ വന്നവർക്ക് സംസ്ഥാന സമിതി അംഗമായിട്ട് അങ്ങ് കൊടുക്കുന്നു. ആർക്ക്? വീണ ജോർജിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, വേറെ യാതൊരു പാർട്ടിയും അല്ല. മനസ്സിലായില്ലേ? CPI അല്ല, വേറെ ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അപ്പൊ ഇയാൾ അതിനെ എതിർത്തു. പത്മകുമാർ വിഷയത്തിലേക്ക് നമ്മൾ പത്മകുമാറിന്റെ രാഷ്ട്രീയമല്ല ഞാൻ ഉദാഹരണം പറയുന്നത്. അങ്ങനത്തെ പത്മകുമാറാണ്. ആ പത്മകുമാർ പറയുമ്പോൾ പത്മകുമാറിന്റെ എന്തായാലും സാഹിത്യം പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ഈ ശബരീനി എന്ന് പറഞ്ഞത് ബ്രാഹ്മൺസിന്റെ ഇടയിൽ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വെജ് അല്ല, നോൺ വെജ്. സാഹിത്യപരമായിട്ട് ആ ഒരു ഘട്ടത്തിലും സാഹിത്യമൊക്കെ പറയാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പറ്റി, അതാണ് പത്മകുമാർ. എന്നിട്ട് അവസാനം ഇന്നലെ പറഞ്ഞ കാര്യം അതൊക്കെ പറയുമോ? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ പോലും സാഹിത്യപരമായിട്ടൊക്കെ പറയുമല്ലോ. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. എന്തായാലും ഈ കേസ് ഈ തന്ത്രിയിലും അല്ലെങ്കിൽ പത്മകുമാറിലും മാത്രം ഒതുങ്ങുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയും വരാനുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം കൂടെ ഞാൻ പറയാം. ഇതുവരെ ഞാൻ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരുമായിട്ടൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും ഒരു തരിമ്പ് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആ ഫയൽ അവിടുന്ന് ഈ കട്ടളപ്പാളി കടത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിപ്പോയ ഫയൽ ദേവസ്വം ബോർഡിൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു വരി കിട്ടുമെന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യിക്കും.
പക്ഷേ ഈ നിമിഷം വരെ ഒരു ലൂപ്പ് ഹോളും കിട്ടിയിട്ടില്ല. കിട്ടിയാൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യും. അതാണ് SITക്കുള്ള നിർദ്ദേശം. അങ്ങനെ അവിടുന്ന് മന്ത്രിമാരുടെ സൈഡിൽ നിന്നൊന്നും കിട്ടുക എന്നുള്ളത് ചേട്ടൻ പറയരുത്. അങ്ങനെ എങ്ങനെയാണ് കിട്ടുക? അതിനു മുമ്പ് അത് ഇടിവെട്ടി പോകും. അവിടെ മാത്രമുള്ള പ്രത്യേക ഒരു പ്രതിഭാസം ആയിക്കോട്ടെ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇന്നലെ ഒന്നുകൂടെ ഹൈക്കോടതി ചോദിച്ചു, ഒരു കേസ് വരുന്നു, ബോർഡ് അംഗമായിട്ടുള്ള KP ശങ്കരദാസ് കേസ് വന്നത് മുതൽ മകൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം ICUവിലാണ്. ഇത് എന്ത് നാടാണ്? ബദറുദ്ദീനാണ് ചോദിച്ചത്. ആ ഹൈക്കോടതിയിലെ ആ ജഡ്ജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ മനസ്സിൽ തട്ടിയാണ് അദ്ദേഹം ഓരോന്നും ചോദിക്കുന്നത്. ഇതാണോ ഇവിടുത്തെ ഭക്തി എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞുകൊണ്ടുള്ളത് ഒന്നും നമുക്ക് പറയാനില്ല.